ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നേക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 ദിവസം മുമ്പ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ജ്യൂസിലിട്ട് വെച്ചിരുന്നായിരുന്നു, ഓറഞ്ച് ജ്യൂസിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് കൊച്ചുങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ദിവസമായിക്കൊണ്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദാമാവ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഈ 1/4 ടേബിൾ സ്പൂൺ കറുകപ്പട്ട പൊടിച്ചതും 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. പാനിലോട്ട് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ട് ഇവിടെ മെൽറ്റായി വരും. മെൽറ്റായി വന്ന് തുടങ്ങുന്നുണ്ട്. മെൽറ്റായി വരുമ്പം ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റായി കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരണം. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം വെള്ളം വീത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. മുഖത്തൊക്കെ തെറിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം വീത്തി ഉടനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അതിന് വേണ്ടി 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് വീഴ്ത്താം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെ മാവിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരേ സൈഡിലോട്ട് തന്നെ വെച്ച് കറക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇന്നലെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വീഡിയോ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ വീഡിയോ ഞാൻ പ്ലം കേക്കിൻ്റെയൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര പാനി മെൽറ്റ് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്ത് പാത്രം ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ടെല്ലാം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചായിരുന്നു, അതൊക്കെ ഞാൻ മുകളിലേക്ക് വിതറി. കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഒക്കെ വിതറി ഇഡ്ഡലി പാത്രത്തിൽ ഒരു വടയും വെച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് 45 മിനിറ്റും കഴിഞ്ഞ് കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ന്യൂ ഇയറിൻ്റെ വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.